സ്വാഗതം. ഇന്ന് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം റെസിപ്പി തന്നെയാണ്. അപ്പോൾ പേരെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നമുക്ക് ഇതന്നെ എന്തുടൻ ചിക്കൻ ജിഞ്ചർ എന്ന് വിളിക്കാം. കൂടുതൽ നമുക്ക് ജിഞ്ചറിൻ്റെ പൊടിയിലാവും. അപ്പോൾ ചുക്കിൻ്റെ പൊടിയാണ് കൂടുതൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ചിക്കൻ്റെ മീറ്റ് മാത്രം ഉണ്ടോ 1.5 കിലോ. പിന്നെ കാശ്മീരി മുളക് ഒരു 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് ആവശ്യത്തിന്. കാശ്മീരി മുളക് എരിവില്ല കേട്ടോ, അതുകൊണ്ടാണ് കൂടുതൽ ഉപയോഗിച്ചേക്കും. പിന്നെ ടൊമാറ്റോ സോസ് അത് കുറച്ച് 2 സ്പൂൺ. പിന്നെ 2 സ്പൂൺ നമ്മളെ ചുക്കിൻ്റെ പൊടിയിൽ ഡ്രൈ ജിഞ്ചർ. പിന്നെ വെളുത്തുള്ളി പേസ്റ്റാക്കിയത്, ഗരം മസാല 1 സ്പൂൺ. പിന്നെ 300 മില്ലി നമ്മളെ കോക്കനട്ട് മിൽക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇതിലെന്തിട്ടാണ് ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് എരിഞ്ഞെടുക്കണം കേട്ടോ. അതുകൊണ്ട് തക്കാളി തന്നെ എന്നാൽ വേവില്ലല്ലോ പെട്ടെന്ന്. എന്നിട്ടാണ് ഇറച്ചിക്ക് വേവില്ലാത്ത കാരണം ശരിക്കും കുത്തി നോർക്കണം, എന്നാലും ഇത് വെന്ത് കിട്ടുള്ളൂ. ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഉണ്ടമുളകുന്ന് നമ്മളെ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, അപ്പോൾ ഓയിൽ ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. പുള്ളി നല്ല കൊഴുപ്പിട്ടായിരുന്നു സാധാരണ. ഉള്ളി നമ്മൊരു 1/4 കിലോ അടുത്ത് ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ കളർ ആവുന്നതിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. ഉള്ളി ഒരുവിധം മുരിഞ്ഞൊരുമേ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ അകത്താണ് ഉപ്പിട്ടായിട്ടാണ്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ ഉപ്പിട്ടായി ഇളക്കി ഇതാകാം. തക്കാളി എരിഞ്ഞ് വെച്ചിട്ടില്ലേ, ചെറുതായിട്ട് തക്കാളി ആഡ് ചെയ്യണം കേട്ടോ. അപ്പം രണ്ടും കൂടെ നന്നായിട്ട് വെന്ത് ഗ്രേവി ആയി വന്നോളൂ. നന്നായിട്ട് ഇളക്കി ജോയിൻ്റ് അടിക്കുക. എൻ്റെ അതോടെ തന്നെ വേപ്പിലിട്ട് കൊടുത്തേക്ക്. വേപ്പില ഇത് മുരിഞ്ഞിട്ടിക്കോളും. നമ്മേ ചിക്കന് വെക്കണമായിരുന്നു. ചിക്കന് വേവ് കുറവാണല്ലോ, മൊത്തത്തിൽ ചിക്കന് ഭയങ്കര വേവ് കുറവാണ് ബോയിലറായിരുന്നു കൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്ന പറയും, ഉള്ളിയും നമ്മളെ തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ ഇങ്ങനെ വേവിച്ച് ഗ്രേവിയാക്കി മാറ്റണം. എന്നിട്ട് മാത്രം ബാക്കിയുള്ള കുക്കിങ്ങിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിലും വെന്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒരു കുറച്ച് നേരം വെളുത്തുള്ളി കുത്തു മാറുന്നത് 1 മിനിറ്റ് ജോയിൻ്റ് അടിക്കുക. ഇതിൻ്റെ പ്രധാന ഐറ്റംസായ ചുക്കിൻ്റെ പൊടി എന്ന് വെച്ചാൽ ജിഞ്ചറിൻ്റെ പൗഡർ എന്ന് പറയും, നമ്മളെ ചുക്ക് പൊടി എന്ന് പറയും. ചുക്ക് പൊടി ആഡ് ചെയ്യാം ഇതോടൊപ്പം തന്നെ. അത് കഴിഞ്ഞ് ഇനി 3 കൂടി ഉണ്ട്. നമ്മളെ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി ഇത് ഇട്ട് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ജോയിൻ്റ് അടിക്കുക. ഇതിൻ്റെ അധികം നേരം വെക്കണ്ട, ചുക്കുള്ള അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നപ്പോൾ തന്നെ നമ്മളെ തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് ഇത്തിരി ലൂസായി കിട്ടും. ലേശം ടൊമാറ്റോ സോസ് അത് ആവശ്യത്തിനനുസരിച്ച് കേട്ടോ, അറിയാലോ. ഒരു 3 സ്പൂൺ ടൊമാറ്റോ സോസ് അത് ഒഴിക്കുക. അതിൻ്റെ ഒരു 3 മിനിറ്റ് നന്നായിട്ട് വേവാൻ നമുക്ക് ടൈം കൊടുക്കുക. നമ്മൾ ഇപ്പോൾ തേങ്ങാപ്പാൽ തിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചത്. അപ്പോൾ ഈ പാല് കുറയുന്നതനുസരിച്ച് തിക്കിനനുസരിച്ച് നമ്മൾ വെള്ളം കുറച്ച് യൂസ് ചെയ്യണം കേട്ടോ. അത് നിങ്ങളെ യുക്തിക്കനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം സാധാരണ പച്ചവെള്ളം തന്നെ എടുത്ത് ലൂസാക്കുക. പിന്നെ അപ്പോൾ ചിക്കന് വേവുള്ള കാരണം കുറച്ച് ഒഴിച്ചാൽ മതി. തള വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ഇനി ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഒന്നിച്ചിടാം. ഇത് നന്നായിട്ട് ഇളക്കുക.
നന്നായിട്ട് ഇളക്കി മസാലയാണ് അത് ഇപ്പിട്ടാൽ മതി. ഗരം മസാല പൊടിച്ച ഗരം മസാല ഉണ്ട്. ഗരം മസാല കംപ്ലീറ്റ് ആണ് ഇടാം. ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ജോയിൻ്റ് അടിക്കണം കേട്ടോ. ഗരം മസാല ഇടുമ്പോൾ പകുതി ഇപ്പിട്ടാൽ കേട്ടോ. പകുതി മാറ്റി വെക്കുക. ഒരു വേവ് കഴിഞ്ഞ് പിന്നത്തെ രണ്ടാമത്തെ രീതിയിൽ ഇടണം. എന്നാൽ സ്മെല്ലൊക്കെ വൃത്തിയായിട്ട് കിട്ടുള്ളൂ. ഇനി അത് മൂടി വെക്കുക. ചെറിയ തീയിൽ മൂടി വെച്ചിട്ടേ ചെറിയ തീയിൽ ഇടണം കേട്ടോ. അത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരേ അപ്പോൾ ചിക്കൻ ഒരു 80% വേവ് കഴിഞ്ഞു. ഒരു വിധം വെന്ത് കഴിഞ്ഞു ചിക്കൻ. അപ്പോൾ ഇനി ചിക്കൻ വെന്ത ശേഷമാണ് അമ്മ ക്യാപ്സിക്കം ഇടുന്നത്. ഞാൻ വേവിക്കിടന്ന് ക്യാപ്സിക്കം ഇതായിക്കോളും. അതൊരു ഗരം മസാല. ബാക്കിയുള്ള ഗരം മസാല അമ്മ ആദ്യം പകുതിയിലിട്ടത്. ബാക്കിയുള്ള ഗരം മസാല ഇപ്പോൾ ഇടാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ടൊരു ഇനിയൊരു 2-3 മിനിറ്റ് ആ പ്രഷറിൽ കിടന്ന് വെന്തിട്ടിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കാട്ടാ. ഇളക്കിയിട്ട് പ്രഷറിൽ